മാഷെ നമസ്കാരം. നമസ്കാരം. മാഷെ, ADM നവീൻ ബാബുവിന്റെ മരണം, അതിനെ തുടർന്ന് ഇപ്പോ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്ന PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. ദിവ്യയുടെ പ്രസംഗം ADM ജീവൻ ഒടുക്കാൻ പ്രേരണയായി എന്നാണ് കുറ്റപത്രം വിശദമാക്കുന്നത്. അപ്പോ ഇത് മുൻപേ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം, മാഷ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ എല്ലാം ദിവ്യമയമാക്കിയിട്ട് ഇതങ്ങ് എഴുതി തള്ളാൻ ഒരുങ്ങുകയാണ് സർക്കാർ. പക്ഷെ അങ്ങനെ എഴുതി തള്ളേണ്ടതാണ്? ഈ ഒരു മരണത്തിൽ CPM ഇത്രയും രാഷ്ട്രീയം കളിക്കുന്നത് എന്തിനാണ്? അല്ല, അത് പൊതുവെ CPM-ന്റെ ഒരു ചരിത്രത്തിൽ അത് പ്രമാദമായ എത്രയോ കേസുകൾ അങ്ങനെയാണ് ഒതുക്കിയിട്ടുള്ളത്. ഇത് എനിക്ക് എന്റെ ഓർമ്മയിൽ തന്നെയുള്ള എത്രയോ കേസുകളുണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിൽ നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു കേസ് കോഴിക്കോട് ഐസ്ക്രീം പെൺപാടിപ്പ കേസാണ്. ഐസ്ക്രീം കേസിൽ ആരൊക്കെ ഉണ്ടെന്ന വിചാരം? നമ്മൾ കേട്ട പേരുകളൊന്നുമല്ല. ഈ കുഞ്ഞാലിക്കുട്ടിക്കും P ശശിക്കും ഒക്കെ അപ്പുറത്ത്. ഇപ്പൊ ആദ്യം രൂപപ്പെടുന്നത് നമ്മൾ വിചാരിച്ചത് കുഞ്ഞാലിക്കുട്ടിയും P ശശിയും തമ്മിൽ നെക്സസ് ഉണ്ടായില്ല. എന്നിട്ട് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയെ തീർത്തു. കുഞ്ഞാലിക്കുട്ടിയിൽ അതെല്ലാം കൂടി കെട്ടിവെച്ച് അദ്ദേഹത്തെ കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തി പ്രശ്നം തീർത്തു. CPM എന്താ ചെയ്തത്? P ശശിയെ കുറച്ചു കാലത്തേക്ക് നടപടിയെടുത്ത് പുറത്തു നിർത്തി. ആ കേസ് കൊണ്ട് മാത്രമല്ല, പിന്നീട് CKPയുടെ മോളുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ അത് വേറെ ഉണ്ട്. എങ്കിലും P ശശിയാണ് ഏക കുറ്റക്കാരൻ എന്ന നിലയിൽ തീർത്തു. സത്യത്തില് ഐസ്ക്രീം കേസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കുഞ്ഞാലിക്കുട്ടിയേക്കാൾ വലിയ ആചാര്യന്മാര് ലീഗിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് EK നായനാര് പോലും, നായനാരുടെ കുടുംബാംഗങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ ആ കേസിൽ വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് നായനാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് വഴങ്ങിക്കൊടുക്കാൻ പാണക്കാട് കുടുംബം തയ്യാറാക്കേണ്ടി വന്നൊരു സാഹചര്യം വേറെ ഉണ്ട്. ഇതെല്ലാം ചേർന്നതാണ്. അപ്പോൾ വലിയ വമ്പന്മാരിലേക്ക് ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക്, ഒരു വേലിക്കപ്പുറത്തേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള നടപടികൾ കൊണ്ടുവന്ന് ഒരു ബലിയാടിനെ സൃഷ്ടിച്ച് കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തിയാൽ അവനും വിശുദ്ധനായി, പാർട്ടിയും വിശുദ്ധനായി. കുറച്ചു കഴിയുമ്പോൾ അവനെ പൂവിട്ട് പൂജിച്ച് പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൊണ്ടുവരുന്നു, CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൊണ്ടുവരുന്നു, ഇപ്പൊ സെക്രട്ടേറിയറ്റ്. ഞാൻ പറയുന്നത് അങ്ങനെ കൊണ്ടുവരാൻ മാത്രമല്ല, വളരെ ഈസി ആയിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പഴയ സ്ഥാനത്ത്, ഏത് സ്ഥാനത്തിരുന്നാണോ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് അതേ സ്ഥാനത്ത് P ശശി വന്നത് കണ്ടില്ലേ? P ശശിയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ണൂരിലെ ഏജൻസിയുടെ പേരല്ലേ PP ദിവ്യ? ഇതേ പണിയാണ്. PP ദിവ്യയെ തൽക്കാലത്തേക്ക് പിടിക്കപ്പെട്ടപ്പോൾ ഒന്ന് ബലിയാടാക്കി മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് ആരൊക്കെ രക്ഷപ്പെടുന്നു? PP ദിവ്യ ഒറ്റക്കാണോ ഇത് ചെയ്യുന്നത്? കണ്ണൂരിലെ ഈ ഭൂമാഫിയ PP ദിവ്യ ഒറ്റക്കാണോ? ഭൂമാഫിയ മാത്രമല്ല, ആ പെട്രോൾ പമ്പിന്റെ ഉടമ സത്യത്തിൽ ആരാണ്? ആർക്കാണ്? ആറളം ഫാമിലെ ഭൂമി ഇടപാട് ആരുടേതാണ്? എല്ലാവർക്കും അറിയാതെ. അത് അപ്പോ P ശശിയിലേക്ക് ഒരിക്കൽ കൂടി കേസ് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ശശിയെ പോലുള്ള ആളുകൾ, ശശി മാത്രം അറിഞ്ഞിട്ടൊന്നും ആവില്ലല്ലോ, ശശി ഒറ്റക്കടക്കൊന്നും ആവില്ലല്ലോ ഇത്. അപ്പൊ എന്താ വെച്ചാൽ PP ദിവ്യക്ക് എനിക്ക് തോന്നുന്നു നല്ല സമാധാനം ഉണ്ടാവും. ഇപ്പോ PP ദിവ്യ, നമ്മളൊക്കെ ധാരണ PP ദിവ്യ പിടിക്കപ്പെട്ടു, അങ്ങനെ രക്ഷപ്പെട്ടു പോയില്ലല്ലോ അവള് എന്നാണല്ലോ നമ്മളെ ആശ്വാസം. PP ദിവ്യയുടെ ചാനലൊക്കെ തുടങ്ങി അതിലൂടെ സത്യം വിളിച്ചു പറയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് മാഷെ. ആർക്കത്? ദിവ്യല്ലേ? അവളിപ്പോ സത്യം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എല്ലാ സത്യവും പറയുമെങ്കിൽ PP ദിവ്യയുടെ തീർന്നു. അതേ സമയത്ത് PP ദിവ്യ സത്യം എന്ന വ്യാജേന എന്തെങ്കിലുമൊക്കെ തട്ടി മുളിച്ച് ഇമേജ് നിലനിർത്തിക്കൊണ്ട് പോകാനാണെങ്കിൽ രണ്ട് സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് PP ദിവ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM എല്ലാ ഉത്തരവാദിത്തങ്ങളും കുറ്റകൃത്യങ്ങളും കൊണ്ടുപോയി PP ദിവ്യയുടെ തലയിൽ വെച്ചു കൊടുത്തെങ്കിൽ, അനുസരണയുള്ള പാർട്ടി പ്രവർത്തകയായിട്ട് അവരത് ഏറ്റെടുക്കുന്നുവെങ്കിൽ, പാർട്ടിയെ വെല്ലുവിളിക്കാത്ത കാലത്തോളം PP ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി വളരെ വളരെ ശോഭനമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കൂടി വന്നാൽ മനുഷ്യന്റെ തൊട്ടു മുമ്പിലുള്ള ഓർമ്മയുടെ ഒരു കാലം ഉണ്ടല്ലോ, 1-2 കൊല്ലത്തേക്ക് അവർ മാറ്റി നിർത്തിയെന്ന് വരും. ഒരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എന്ന് വരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ MLA-യോ മന്ത്രിയോ ഒക്കെ ആയിട്ട് തിരിച്ചു വരും. അതാണ് സംഭവിക്കാൻ വരുന്ന തിരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ നിന്ന് മത്സരിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ വിവരം. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദിവ്യക്ക് ഇപ്പോ അവരെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോ അതൊരു തിരിച്ചടിയല്ലേ? ദിവ്യ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ദിവ്യ ഒന്നും പറയാതിരിക്കുന്നത് ആർക്ക് വേണ്ടി? അല്ല, അത് ദിവ്യക്ക് അറിയാന്നേ പ്രജിത. ദിവ്യക്ക് CPM-നെ നമ്മളെക്കാൾ നന്നായിട്ട് അറിഞ്ഞൂടെ? അവര് കണ്ണൂരിന്റെ മുഴുവൻ സ്വഭാവം അറിയാലോ, പ്രോഡക്റ്റ് ആണല്ലോ. മാത്രമല്ല, ആരൊക്കെയാണോ ഈ പാർട്ടിയെ CPM-നെ ഇന്ത്യയിൽ തന്നെ നശിപ്പിച്ചത് അതിന്റെ മുഴുവൻ പൾസ് അറിയാവുന്ന ഒരാളല്ലേ. കണ്ണൂരിന്റെ വികാരം ആരാണ്? പിണറായി എന്നറിയാം, ആരാണ് P ശശി എന്നറിയാം, MV രാഘവന്റെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ.
കണ്ണൂർ പൊളിറ്റിക്സ് എങ്ങനെയാണ് ഇത്രത്തോളം വഷളായതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ മിണ്ടിയാൽ എന്ത് സംഭവിക്കുന്നത്? ഇപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ ജീവൻ അപകടത്തിലാണ്, Z കാറ്റഗറി സുരക്ഷ കിട്ടുന്ന ഏതെങ്കിലും ഒരു പദവിയിൽ എന്നെ ഇരുത്തുമെങ്കിൽ ഞാൻ നാളെ രാവിലെ 8 മണിക്ക് പത്രസമ്മേളനം നടത്തി BJP ചേർന്ന് കളയാമെന്ന് EP ജയരാജനെ പോലുള്ള വലിയ നേതാവിന് പറയേണ്ടി വരുന്ന സാഹചര്യം എന്തായിരിക്കും? ജീവൻ അപകടത്തിലായിരിക്കും. പിന്നെ EP ജയരാജന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ PP ദിവ്യയുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് അവര് മിണ്ടൂല. അവര് എന്താണ് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്, ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത്, ആർക്ക് വേണ്ടിയാണ് അഴിമതി നടത്തിയത്, ആർക്ക് വേണ്ടിയായിരുന്നു പെട്രോൾ പമ്പ്, ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോ PP ദിവ്യ നോക്കി നിൽക്കെ വളർന്നിട്ടുണ്ടല്ലോ. വളരെ സാമ്പത്തികമായി അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് പൊതുപ്രവർത്തനം തുടങ്ങി അവർ എന്ത് ജോലിയാണ് ചെയ്തത്? എന്തായിരുന്നു അവരുടെ ബിസിനസ്? എന്താ വരുമാനം? ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശമ്പളം കൊണ്ട് എത്ര സമ്പാദിക്കാൻ പറ്റും? അവർ ഒരു അനിയന്റെ പേരിലൊക്കെ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ കണക്ക് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നല്ലോ. അതുകൊണ്ട് ദിവ്യക്ക് എല്ലാം അറിയാം. പിന്നെ ഈ പാർട്ടിയുടെ രീതിയും അറിയാം. പാർട്ടി ഇടക്ക് പിടിക്കപ്പെടുമ്പോൾ ഒരു ചെറിയ ഡോസ് കൊടുത്ത് മാറ്റി നിർത്തുമെന്ന് അവർക്കറിയാം. എന്നാൽ പൂർവാധിക ശക്തിയോടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ ആ പാർട്ടി തന്നെ അവരെ സഹായിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു നാടകമായിട്ട് ഇതിനെ കണ്ടാൽ മതി. PP ദിവ്യ പറഞ്ഞുകൊള്ളട്ടെ, അവർ ചാനലോ. അതുപോലെ തന്നെ പ്രശാന്തൻ ഇതിലേക്ക് ഒന്നും വന്നിട്ടില്ല. പിന്നെയുള്ളത് കളക്ടർ അരുൺ കെ വിജയനാണ്. അരുൺ കെ വിജയന് ആറളം ഫാമുമായി ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. ഈ പറയുന്ന മാധ്യമങ്ങൾ പോലും ദിവ്യയിലേക്ക് മാത്രം ഒതുങ്ങിയിട്ട് ഈ ആറളം ഫാമിന്റെ കാര്യം ഒരു വേള പറഞ്ഞുവെങ്കിൽ പിന്നീട് മുഴുവൻ അത് തമസ്കരിക്കപ്പെടുന്നുണ്ട്. ഇത് മനഃപൂർവ്വമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും പ്രജിത, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സ്ഥിതി, മാധ്യമങ്ങളാണ് ഇപ്പൊ ഇന്നലെ ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ജയരാജശേഖരൻ നായർ പറഞ്ഞു, നമ്മുടെ ജയരാജശേഖരൻ നായർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട്, എന്താണ് പറയാ, ലാസ്റ്റ് ഷെൽട്ടർ ഓഫ് എ സ്കൗഡ്രൽ എന്ന് പറഞ്ഞിട്ട് ചൊല്ലുണ്ടല്ലോ പഴയ. അതായത് തെമ്മാടികളുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് പൊളിറ്റിക്സ് എന്നൊരു ചൊല്ലുണ്ടല്ലോ. രാജശേഖരൻ നായർ ഒരു പടി കൂടി കടന്ന് അതിനെ തിരിച്ചിടുകയാണ്. രാജശേഖരൻ നായർ പറയുന്നത് ഇപ്പൊ പൊളിറ്റിക്സിനല്ല അത് ബാധകമായിട്ടുള്ള മീഡിയക്കാണ്. മീഡിയ ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ രാഷ്ട്രീയക്കാരെ ഇപ്പൊ ഭരിക്കുന്ന മീഡിയയാണ്. അപ്പൊ മീഡിയ എന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് മീഡിയ? ഇവിടുത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരായ ആളുകൾ അഭയം തേടുന്ന കേന്ദ്രമാണ് അല്ലേ ഇപ്പോ മീഡിയ? ആരാ നമ്മളെ വലിയ മീഡിയ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഏറ്റവും പ്രമാദമായ അഴിമതി കേസ് നടത്തിയ EP ജയരാജന്റെ പാർട്ണറാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹമാണ് BJP മൊത്തമായി ഇപ്പോ ഏൽപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തെയാണ്. ആലോചിച്ചു, മുട്ടിൽ മരമുറി കേസിലെ പ്രതികളാണ് കേരളത്തിലെ വലിയ ഭീമന്മാരായ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അവര് ചർച്ചയിൽ വന്നിരിക്കുകയാണ് മാഷെ. വരട്ടെ. മാത്രമല്ല, ആ മാതിരി കാട്ടുകള്ളന്മാരെ കൊണ്ടുവന്ന് മഹാപണ്ഡിതന്മാരാക്കി രാവിലെ എഡിറ്റോറിയൽ ചർച്ചയിൽ ഇരുത്തുകയാണ്. അതെ, അഭിപ്രായങ്ങൾ പറയിക്കുകയാണ്. മാത്രമല്ല, മകളുടെ അനീഷ പോലുള്ള ഗുണ്ടകളെ കൊണ്ടുവന്ന് അവരുടെ ബൈറ്റ് എടുക്കുന്ന, അവരുടെ സംസാരമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതെ, ശരിക്കും പറഞ്ഞാൽ അത് തന്നെ, മാഫിയകളും ഗുണ്ടകളും ചേർന്ന് നമ്മുടെ മീഡിയയെ നയിക്കുന്നു എന്നാണല്ലോ കണ്ടത്. പിന്നെ ആരെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഏത് മീഡിയയിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആകെ ഒരു സാധ്യതയുള്ളത് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ ഒറ്റയാന്മാരുണ്ടാവും, ഒറ്റ തിരിഞ്ഞു നിൽക്കുന്നവരുണ്ടാവും. ആരുടെയെങ്കിലും ചാരി എന്നിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നിൽക്കാത്ത, സ്വന്തം മനസാക്ഷിക്ക് വേണ്ടി നിൽക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ടാവും. ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ മീഡിയ രംഗത്തെ ജന്മിത്വം അവസാനിച്ചതുകൊണ്ട്, മീഡിയയിൽ ജനാധിപത്യം വന്നതുകൊണ്ട് അതുള്ള കാലത്തോളം അതിന്റെ മേൽ വലിയ നിയന്ത്രണങ്ങളുണ്ട്. തീർച്ചയായിട്ടും കോർപ്പറേറ്റ് നിയന്ത്രണങ്ങളുണ്ട്, ഭരണകൂടങ്ങളുടെ നിയന്ത്രണങ്ങളുണ്ട്, വേട്ടയാടലുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് കുറച്ചെങ്കിലും ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അത് മാത്രമാണ് പ്രതീക്ഷ. അതുകൊണ്ട് എന്റെ പ്രതീക്ഷ ഇപ്പോഴും വല്ലപ്പോഴും എങ്കിലും അബദ്ധത്തിലെങ്കിലും PP ദിവ്യ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് വല്ലപ്പോഴും വീണ് കിട്ടും. നമ്മൾ സൂക്ഷിച്ചിരുന്നാൽ മതി. എന്തെങ്കിലുമൊക്കെ വായന വീഴുമായിരിക്കും അല്ല മാഷെ? തീർച്ചയായിട്ടും അബദ്ധമല്ലേ പറയുള്ളൂ, ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും മാഷ പറയുന്നത് പോലെ ദിവ്യ ഒരു 2 വർഷത്തിനപ്പുറം സജീവമായി തന്നെ വരികയും അവരൊരു മന്ത്രി സ്ഥാനത്തേക്കൊക്കെ എത്തുകയും ചെയ്യുമെന്നാണ് തന്നെ ഉറപ്പാണ്. യാതൊരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഞാൻ നോക്കുമ്പോ കണ്ണൂർ ജില്ലയില് ഇപ്പോഴത്തെ ഈ ഭരണകൂട മാഫിയയുടെ ആളുകളായിട്ട് വിശ്വസ്തയായ ഏജന്റായിട്ട് നിൽക്കാൻ പറ്റിയ ആരുമില്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, അവിടെ കൊള്ളാവുന്ന സംസ്കാരമുള്ള വലിയ നേതാക്കന്മാര്, ഞാനൊക്കെ വലിയ പ്രതീക്ഷയോടെ, എനിക്ക് പ്രജിതൊക്കെ അറിയാന്ന് പറയാം, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്നു N. സുകന്യ.
സുകന്യ ജെയിംസ് മാത്യുവിന്റെ വൈഫാണ്. കണ്ണൂരിലുണ്ട് കേട്ടോ അവര്. കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ ഉണ്ട്, CPM-ൽ തന്നെ ഉണ്ട്. എന്തേ അവർക്ക് വോയിസ് ഇല്ലാത്തത്? അവർക്ക് സംസ്കാരമുണ്ട്, അവർക്ക് ഈ മാനവും ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് സത്യസന്ധതയുണ്ട്, അതുകൊണ്ട് ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒതുക്കി മാറ്റി നിർത്താൻ ഇവർക്ക് അറിയാം. അങ്ങനെ വരുമ്പോ PP ദിവ്യ അല്ലാതെ എവിടെയും ആലോചിച്ച് നോക്കൂ. 2029 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മൂന്നിലൊന്ന് വനിതാ സ്ഥാനാർത്ഥികൾ വേണ്ടേ? എവിടുന്ന് കിട്ടും കണ്ണൂരില്? അപ്പൊ തീർച്ചയായിട്ടും PP ദിവ്യ ആദ്യം വരും, യാതൊരു സംശയവുമില്ല. ഒരു ടേം ഒരു പക്ഷേ 2029 നല്ല സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവർക്ക് 26 തെരഞ്ഞെടുപ്പിൽ നിർത്തണ്ടെന്ന് വെച്ചാൽ മതി. എന്നാ PP ദിവ്യയെ നടപടിയെടുത്തു, പണിഷ്മെന്റ് കൊടുത്തു. 29 ആകുമ്പോ കൈയും കാലും നീട്ടി കൊണ്ടുവരാം, തിരിച്ചു കൊണ്ടുവരാം. കാരണം വെച്ചാൽ ആവശ്യത്തിന് പണിഷ്മെന്റ് കൊടുത്തല്ലോ, നല്ല അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയായല്ലോ, നല്ല കുട്ടിയായല്ലോ എന്ന് പറഞ്ഞ് വെളുപ്പിച്ചു കൊണ്ടുവരാനും പറ്റും. അത്രയും കാലം ഈ ബിനാമിയാക്കി നിർത്തിക്കൊണ്ട് ഇവരുടെ ഇപ്പോൾ ഉള്ള ഭരണകൂടത്തിന് യാതൊരു പരിക്കും ഏൽപ്പിക്കാതെ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അതാണ് അവര് സ്വകാര്യമായി ദിവ്യക്ക് ജയ് വിളിക്കും, പുറത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് ദിവ്യ കുറ്റക്കാരിയാണെന്ന് പറയുകയും ചെയ്യും. ഈ നാടകം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നന്ദി മാഷ്. ഓക്കെ, ബൈ.